ഗൗതമിനെയും നിധിയെയും കാണാനായി ഏട്ടത്തി ഇവിടുന്ന് പോയപ്പോ ഞാൻ തടയാൻ ശ്രമിച്ചതിനും മുറിയിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ടതിനും ഏട്ടത്തിയുടെ നെറ്റിയിൽ മുറിവുണ്ടാക്കിയതിനും ഞാൻ ഏട്ടത്തിയോട് മാപ്പ് ചോദിക്കുന്നു. ഇതിപ്പോ എനിക്ക് വട്ടായതാണോ അത് ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം വട്ടായതാണോ? എന്റെ ഈശ്വര, ഏട്ടത്തി എനിക്ക് മാപ്പ് തരണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഏട്ടത്തിയേക്കാളും ഇളയതാ. ബുദ്ധിയില്ലാതെ ഞാൻ എന്തൊക്കെയോ വിവരക്കേട് കാണിച്ചു പോയതാ. എന്നോട് പൊറുക്ക്. ദേ, ഇനി മേലില് ഏട്ടത്തി ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നോവിക്കില്ല. ഞാൻ ചെയ്തു പോയതൊക്കെ തെറ്റാ, വിവരക്കേടാ, അവിവേകമാ. എന്നോട് ക്ഷമിക്കേടത്തി. ഞാനിനി കാണുന്നൊക്കെ സ്വപ്നമായിരിക്കൂ. ഈ വസുന്ധരാന്റിക്ക് എന്താ പറ്റിയേ? എടുത്തി, എന്നോട് ക്ഷമിച്ചു എന്നൊന്നും പറ. എന്റെ എടുത്തിയല്ലേ, പറ എടുത്തി. എനിക്ക് മാപ്പ് തന്നൊന്നും പറ. സമ്മതിച്ചു, അല്ല ക്ഷമിച്ചു. സത്യമായിട്ടും ക്ഷമിച്ചല്ലോ അല്ലേ? മാപ്പ് തന്നല്ലോ? ക്ഷമിച്ചു, മാപ്പും തന്നു. പ്രണവേ, പ്രണവേ, സോറി. ഇനി നിന്റെ അമ്മയോട് ഞാൻ മോശമായിട്ട് ഒന്നും പെരുമാറില്ല. എടുത്തി, ദേ, ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള അധികാരം ഏട്ടത്തിക്ക് മാത്രമാ. ഏട്ടത്തിയാ ഇവിടുത്തെ ഏറ്റവും വലിയ ആള്. അതെ, നിങ്ങൾക്ക് ആർക്കും എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എല്ലാവരും എന്നോട് ക്ഷമിച്ചില്ലേ? എടുത്തി ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. മതി, എനിക്കത് മതി. ശിവാനി, എല്ലാം എടുത്തോ? ഓക്കെ ആന്റി, എല്ലാം കിട്ടി. എവിടെ തന്നെ നോക്കട്ടെ. ആന്റി, ആന്റി, ആന്റിക്ക് ഇതെന്താ പറ്റിയേ? എന്ത് പറ്റിയെന്നോ? ഈച്ച പറ്റി. നീ പോയി നിന്റെ പാട് നോക്കടി. എന്തോന്നാടാ മോനെ ഇപ്പൊ ഇവിടെ നടന്നത്? വസുയി പറഞ്ഞതൊക്കെ സത്യമാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. വസുന്ധരാന്റി തന്നെയാണത്. അയ്യോ, ആന്റി തന്നെയാണ്. പക്ഷെ ആന്റിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടമ്മേ. അവളുടെ പെരുമാറ്റം കണ്ടിട്ടേ ഭൂകമ്പോ വെള്ളപ്പൊക്കോ സുനാമിയോ പ്രളയോ ഒക്കെ വരാൻ പോകുന്ന ലക്ഷണം കാണുന്നേ. എന്റെ ബലമായിട്ടുള്ള സംശയം എന്താണെന്നറിയാമോ? ആന്റിയുടെ ഈ മനമാറ്റത്തിന്റെ പിന്നില് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും എന്തോ കളിയുണ്ടെന്ന്. കറക്റ്റ് ആണടാ. അവരെന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ അവരുടെ വർത്താനത്തിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാതെ നിധിയും ഗൗതമും ഇങ്ങോട്ട് തിരിച്ചു വരും, ഉറപ്പ്. ഇതുപോലെ ഒരു ഗതികെട്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവസാനം ഏട്ടത്തിയുടെ മുന്നിൽ പോലും ചെന്ന് നിന്ന് യാചിച്ച് മാപ്പിരക്കേണ്ടി വന്നു എനിക്ക്. അവൾ ഒറ്റ ഒരുത്തിയാ എല്ലാത്തിനും കാരണം. അവളെ എന്റെ കയ്യിൽ കിട്ടിയാ കൊല്ലും ഞാൻ. എന്നാലും ഇങ്ങനെ ഒരു കഷ്ടകാലം വന്നല്ലോ എനിക്ക്. എല്ലാം എന്റെ കയ്യിലെ കുഴപ്പമാ. ചെന്ന് പെട്ടുകൊടുത്തതാ ഞാൻ. കൺമുന്നിൽ കണ്ടതായല്ല, പക്ഷെ ഇപ്പോഴും ഇതൊക്കെ സ്വപ്നമാണെന്ന് എന്റെ സംശയം.
എന്റെ ആന്റി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? വന്ന പാടെ പാർവതി ആന്റിയെ പിടിച്ചുകൊണ്ട് നിർത്തി മാപ്പ് ചോദിക്കുന്നു. എന്നെ കൊണ്ട് അതിന്റെ വീഡിയോ എടുപ്പിക്കുന്നു. എന്തിന് എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ ആന്റിയെ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറെയായി. സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഒരാളുടെ മുന്നിൽ സോറി എന്നൊരു വാക്ക് ആന്റി പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോ ഓഫീസിലായാലും വീട്ടിലായാലും റോഡിലായാലും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ സറണ്ടർ ആയതിന്റെ കാരണം എന്താ? എന്താ ആന്റിക്ക് പറ്റിയേ? അത് 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 പിന്നെ പറ ആന്റി, എന്താ കാര്യം? അല്ല, ആ വീഡിയോ വെച്ച് ആന്റി എന്താ ചെയ്യാൻ പോകുന്നേ? എന്തിനാ അത് എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചേ? സമയം 1 മണിക്കൂർ തരും നിങ്ങൾക്ക്. അതിനുള്ളിൽ അമ്മയോട് മാപ്പ് ചോദിക്കുന്ന വീഡിയോ നിധിയുടെ ഫോണിൽ കിട്ടിയിരിക്കണം. അയ്യോ, അതങ്ങ് മറന്നുപോയല്ലോ. ആന്റി ആന്റി എന്തിനാ വീഡിയോ നിധിക്ക് അയച്ചു കൊടുത്തേ? പറ ആന്റി, പാർവതി ആന്റിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മാപ്പെരുക്കുന്നതിന്റെ വീഡിയോ അതെന്തിനു നിധിക്ക് അയച്ചു കൊടുക്കണം? ഒന്ന് പറയേ. എനിക്ക് ഓരോ നാലച്ചിട്ട് തല പെരുക്ക. ഇത് എന്തൊക്കെ ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നേം? എന്റെ പൊന്നാന്റി, ഞാൻ വീണ്ടും ചോദിക്ക, ആന്റി എന്തിനാ ഈ വീഡിയോ നിധിക്ക് അയച്ചു കൊടുത്തേ? അത് പിന്നെ ആന്റിയുടെ മുഖത്ത് ഈ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടെ വന്ന് പാർവതി ആന്റിയോട് ക്ഷമ ചോദിച്ചിട്ട് ആ വീഡിയോ എടുത്ത് അയച്ചു തരണോന്ന് ആന്റിയെ ഭീഷണിപ്പെടുത്തിയത് നിധിയാണ്. നിധി പറയുന്നത് ആന്റി അക്ഷരം തെറ്റാതെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആന്റി നിധിയെ ഭയക്കുന്നു എന്നല്ലേ? പറ ആന്റി, എന്ത് പറഞ്ഞ നിധി ആന്റിയെ വരട്ടുന്നേ? അങ്ങനെ വരട്ടാനും വേണ്ടി എന്ത് തെറ്റ ആന്റി ചെയ്തേ? അതിന്റെ എന്ത് തെളിവ് നിധിയുടെ കയ്യിലുള്ളേ? നിർത്തുന്നുണ്ടോ നീ? ഭയക്കുന്നോ? ആരെ ഭയക്കുന്നു? നിധിയെ പേടിക്കാനും വേണ്ടിയുള്ളോ ഞാൻ? ദേ, വെറുതെ നീ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. പേടിച്ചിട്ടില്ലെങ്കിൽ ആ വീഡിയോ എന്തിനാ അവൾക്ക് അയച്ചു കൊടുക്കുന്നേ? ബുദ്ധിയില്ലാത്ത നീ എല്ലാത്തിനെയും പേടിച്ചിട്ടാണെന്ന് കരുതരുത്. ഇതും എന്റെ ഒരു തന്ത്രമാണ് ശിവാനി. തന്ത്രം? ഇങ്ങനെ കാലിൽ വീണ് മാപ്പ് പറയുന്നതാണോ തന്ത്രം? പുലി ഇര തേടുമ്പോ മുന്നിൽ പെടുന്നത് ഒരു ചെറിയ മാനായിരിക്കും. പക്ഷേ ചാടി വീഴുന്നതിന് മുന്നേ പുലി ഒന്ന് പതുങ്ങും. എന്തിനാ? മാനിനെ പേടിച്ചിട്ടാണോ പുലി പതുങ്ങുന്നത്? പതുങ്ങി പതുങ്ങി പിന്നാലെ ചെന്ന് വേണം ആക്രമിക്കാൻ. ഇനിയും നിധി രക്ഷപ്പെട്ട് ഓടിക്കളയാൻ പാടില്ല. പതുങ്ങിയിരുന്ന് പിടിച്ച് പ്രാണൻ എടുക്കണോ അവളുടെ? നിധിയുമായി ഇപ്പൊ ഒരു നേർക്ക് നേർ പോരാട്ടം സേഫ് അല്ല. അതുകൊണ്ടാ നമ്മള് തോറ്റു പോകുന്നത്. സോ ഒരു പുതിയ കരുനീക്കം നമ്മൾ നടത്തുന്നു. അവളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടൊരു കളി. സാക്ഷാൽ ദൈവം തമ്പുരാൻ നിധിയുടെ മുന്നിൽ നേരിട്ട് അവതരിച്ചെത്തി വസുന്ധര ആന്റി നല്ലവളായി എന്ന് പറഞ്ഞാലും നിധി അത് വിശ്വസിക്കൂല ആന്റി. ഈ വീഡിയോ കൊണ്ടൊന്ന് നിധി വീഴുമെന്ന് ആന്റി സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആന്റിയുടെ ഐഡിയകളൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ അത് അവതരിപ്പിച്ച രീതിയില് എനിക്കെന്തോ വശപ്പശക മണക്കുന്നുണ്ട്. ആന്റിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടിട്ട് പുലി പരുങ്ങുന്ന പോലെയൊന്നും അല്ല എനിക്ക് തോന്നുന്നത്. എലി മാളത്തിൽ കയറി ഒളിക്കുന്നത് പോലെ. നിർത്തടി. ദേ, വെറുതെ ഓരോന്നും പറഞ്ഞോണ്ട് വന്നോളും മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. നീ പോയി നിന്റെ പണി നോക്ക്. ഈ ആന്റി പറയുന്നൊക്കെ യാഥാർത്ഥ്യമായിരിക്കോ? അതോ
ഇവരെന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എന്തായാലും ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും.